എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളത്തുള്ള ഒരു മൊബൈൽ വേൾഡ് എന്ന മൊബൈൽ കടയും അതിൻ്റെ അടുത്ത് ഉള്ള ഒരു സർവീസ് സെൻറ്ററും ഈ എറണാകുളം ഈ മൊബൈലിൻ്റെ വീട് എന്ന് പറയുന്ന ഈ മൊബൈൽ കടയെ കുറിച്ച് ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഒരു മാസം മുമ്പ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഒരു മൊബൈൽ എടുത്ത കാര്യം പറഞ്ഞല്ലോ. ആ മൊബൈൽ കംപ്ലൈൻ്റ് ആയി കൊടുത്ത് പിന്നെ മാറ്റി തരൂല എന്ന് പറയുകയും ഞാൻ അവരുമായിട്ട് ഒരു വാക്കറ്റ് ഉണ്ടാക്കുകയും അവർ ആ മൊബൈൽ കട സർവീസ് സെൻറ്ററിൽ സർവീസിന് കൊടുക്കുകയും ചെയ്തു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അവിടെ അന്ന് തന്നെ ഞാനത് മൊബൈൽ നേരാക്കി അന്നേരം കൊണ്ടുവന്നു. തിരിച്ച് ഞാൻ ഇവിടെ റൂമിലെത്തി. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് നിൽക്കുന്നില്ല. അന്നും അത് തന്നെയാണ് സംഭവം. അന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. പക്ഷേ മൊബൈൽ കടക്കാരും ഈ സർവീസ് സെൻ്ററുകാരും ആണായിട്ട് പറയുന്നു, അങ്ങനെ ഒരു കുഴപ്പമില്ല, ബാറ്ററി അല്ല, അത് നമുക്കൊന്ന് സോഫ്റ്റ്വെയർ ചെയ്യാം. ഓക്കെ, ഞാൻ അവർ പറയുന്നത് സമ്മതിച്ചു, സോഫ്റ്റ്വെയർ ചെയ്തു. ഈ സോഫ്റ്റ്വെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ വാങ്ങിയതിന് ശേഷം ഇത് ഇടയിലിടയിൽ ഓഫായി പോകും. ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല. ബാറ്ററി ചാർജ് നിൽക്കാത്തതിൻ്റെ കാര്യം ബാറ്ററിയുടെ പ്രശ്നം തന്നെയാണ്. അത് എനിക്ക് മനസ്സിലായി. പക്ഷേ മൊബൈൽ കടക്കാർക്കും സർവീസ് സെൻ്ററുകാർക്കും അത് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് മനസ്സിലാകാത്തവർക്ക് അഭിനയിക്കുകയാണെന്നുള്ള അറിയത്തില്ല. പക്ഷേ എന്തായാലും ഞാൻ അന്ന് ആ മൊബൈലിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങി പിന്നെ ഇത് വാങ്ങി, സോഫ്റ്റ്വെയറൊക്കെ ചെയ്ത് വാങ്ങി. അതിന് ശേഷം ഇപ്പോൾ ഇത്രയും ദിവസം വരെ ഇന്ന് രാവിലെ വരെ ഞാൻ യൂസ് ചെയ്തു. പക്ഷേ ആ ബാറ്ററി അതുപോലെ തന്നെയാണ്. അത് എങ്ങനെയായാലും 10% ടക്കേന്ന് പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് ഇറങ്ങിപ്പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ബാറ്ററി ഒരു 10% ഒരു മണിക്കൂറെങ്കിലും, ഒരു 3/4 മണിക്കൂറെങ്കിലും 10% ഉപയോഗിച്ചാൽ നിൽക്കണം. എന്നിട്ട് 10% ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ. ഈ 2 മിനിറ്റ് കൊണ്ടൊക്കെ 10% ടക്കേന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ബാറ്ററിയുടെ പ്രശ്നം തന്നെയാണ്. ഇപ്പോഴത്തെ മൊബൈൽ കടക്കാരും സർവീസ് സെൻ്ററുകാരും അത് സമ്മതിക്കത്തില്ല. അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി പ്രശ്നമാകുമ്പോഴേ അങ്ങനെ വരുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഈ മൊബൈൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ സെൻറ്റർ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. ഈ മൊബൈൽ സർവീസ് സെൻറ്റർ തിരഞ്ഞെടുപ്പ് 2 വട്ടം ഞാൻ ഇന്ന് പോയി. ഇതിന് മുൻപ് ഒരു പ്രാവശ്യം പോയി, ഇന്നും പോയി. അപ്പം അന്ന് പോയിട്ട് ആ സർവീസ് സെൻറ്റർ കണ്ടില്ല. അപ്പോൾ അവിടെ സർവീസ് സെൻറ്ററിൽ വിളിച്ചപ്പോൾ ചേട്ടാ അങ്ങനെ പോരെ, ഇങ്ങനെ പോരെ, ആ വടക്കേ സ്റ്റേഷൻ്റെ ഉമ്മറത്തൊരു വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്, അതിൻ്റെ അവിടെ നോക്കിയാൽ കാണാം. അന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ 2 വട്ടം അന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇന്ന് രാവിലെ ഞാൻ അവിടെ പോകുന്നതിന് മുന്നേ, സർവീസ് സെൻറ്റർ ചെല്ലുന്നതിന് മുന്നേ വിളിച്ചു. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി. അതെ, ആ വടക്കുന്നാഥൻ്റെ മുൻപിൽ തന്നെ കാണാം. MG റോഡ് തിരിഞ്ഞെടുത്ത് കാണാം. റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു മെഡിക്കൽ ഷോപ്പുണ്ട്, അതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു നോക്കുമ്പോൾ ഈ വർത്താനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി. എനിക്ക് ആ മൊബൈൽ കണ്ടപ്പോൾ മനസ്സിലായി ഈ മൊബൈൽ സർവീസ് സെൻറ്റർ. അവിടെ ചെന്ന് മൊബൈലൊക്കെ കാണിച്ചു. ഞാൻ പറഞ്ഞു ബാറ്ററി മാറ്റേണ്ടി വരും. അവർ സമ്മതിക്കത്തില്ല, ബാറ്ററി പ്രശ്നമേ അല്ല, ഇത് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ 2 ദിവസമാണ്. പണ്ട് എറണാകുളത്ത് പോയപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. 1 മാസം മുമ്പ് എറണാകുളത്ത് സർവീസ് സെൻറ്ററിൽ ചെന്നപ്പോഴും പറഞ്ഞത് ഇതാണ്, ചെക്ക് ചെയ്യാൻ 2 ദിവസം വേണം. ഞാൻ പറഞ്ഞു എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈലുള്ളൂ. 2-3 മൊബൈലുള്ള ആൾക്കാരുടെ പോലില്ല. നമ്മുടെ ഒരു പാവപ്പെട്ടല്ല. നമുക്ക് ഈ ഒരു മൊബൈൽ ഉണ്ടെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരാൾ വിളിച്ചാൽ നമ്മൾ അറിയണ്ടേ. ശരി, അന്ന് അങ്ങനെ സോഫ്റ്റ്വെയർ ചെന്നു. അങ്ങനെ ഞാൻ വാങ്ങിപ്പോകുന്നു. ഇന്ന് ഇപ്പോൾ ഈ കടയിൽ ഇവിടെ മൊബൈൽ സെൻറ്ററിൽ കൊടുത്തപ്പോൾ പറഞ്ഞു ഇതൊന്നും കൂടി സോഫ്റ്റ്വെയർ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓൾറെഡി 1 വട്ടം സോഫ്റ്റ്വെയർ ചെയ്താണ്. അതിൻ്റെ ചേട്ടൻ സോഫ്റ്റ്വെയർ ചെയ്താൽ ശരിയാവും. ഞാൻ പറഞ്ഞു 1 വട്ടം സോഫ്റ്റ്വെയർ ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരി, എന്നാൽ 2 ദിവസം കൂടി ഇരിക്കണം. കാരണം ഇത് ഫുൾ ചാർജ് ചെയ്ത് 0 വരെ ആക്കിയതിന് ശേഷം 100% വരെ ആക്കണം. ഫുള്ളാക്കിയതിന് ശേഷം അത് വർക്ക് ചെയ്യിച്ച് പിന്നെയും 0 ആക്കണം. എന്നാലേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. മൊബൈലിൻ്റെ കംപ്ലൈൻ്റ് ആണോ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണോ എന്നുള്ളത്. കാരണം ഒരു പിണ്ണാക്കം അറിയാത്ത കുറേ ആൾക്കാരാണ് ഈ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്നത്. എനിക്ക് അപ്പോഴും വ്യക്തമായിട്ടുള്ള
ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ മൊബൈലിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ അല്ല, മൊബൈൽ അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബാറ്ററിയാണ്, ബാറ്ററിയാണ് 100% ബാറ്ററി തന്നെയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സർവീസ് സെൻറ്ററിൽ കൊടുക്കാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ 2 ദിവസം വെയിറ്റ് ചെയ്യും. നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ വാറണ്ടിയൊക്കെ ഉള്ള, അപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ബാറ്ററിയൊക്കെ മാറ്റി ചിലപ്പോൾ ചെയ്യുന്നു തരും. പക്ഷേ ബാറ്ററി മാറ്റാൻ തീരുമാനമായിട്ടില്ല. അവിടെ ഇരിക്കട്ടെ, ചെക്ക് ചെയ്യണം. കാരണം 100% ആക്കിയിട്ട് ഞങ്ങൾ ഇതൊന്ന് വീഡിയോ പ്ലേ ചെയ്യും. അത് ഫുൾ ചാർജ് ഇറങ്ങുന്നവരെ ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അത് രാത്രിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. കാരണം ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് ടീമുകളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിടിച്ചെടുത്ത് മാത്രം ജയിക്കണം, അവർ പറയുന്നതാണ് ശരി എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് 100% ഈ ബാറ്ററി പ്രശ്നം എന്നുള്ള അറിയാം. ഞാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ് 2 ദിവസം ഇരിക്കാൻ സമയമില്ല, ഞാനെന്നാൽ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ആ മൊബൈലായിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ വടക്കേ സ്റ്റാൻഡിലോട്ട് ഞാൻ നടക്കുകയാണ്. തിരിച്ച് ബസ് കയറി പോരാന്നുള്ള രീതിയിൽ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലോട്ട്. അങ്ങനെ കുറേ നടന്ന് വടക്കേ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ വടക്കേ സ്റ്റാൻഡിൽ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു മൊബൈൽ കട കാണാം. കാരണം അവിടെ മൊബൈൽ സെയിൽസിംഗ് ഒന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ വലിയ ടച്ച് മൊബൈലൊന്നും ഇല്ല അവിടെ ഈ ഐറ്റലിൻ്റെ ഈ ബട്ടൺ മൊബൈൽ 1-2 മൊബൈലുണ്ട്. പിന്നെ അധികം അവിടെ കാര്യമായിട്ട് ആക്സസറീസാണ്, മൊബൈൽ കവറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. ഈ ക്യാമറയുടെ ലെൻസ് ഇതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. ഞാൻ അവിടെ ആ മൊബൈൽ എടുക്കാരോട് ചോദിച്ചു, അല്ല ഇവിടെ സർവീസിംഗ് ഉണ്ടോ? ആ ഉണ്ട്. എന്താ ചേട്ടാ പ്രശ്നം എന്താ? പ്രശ്നം ഞാൻ പറഞ്ഞു, 1 മാസം മുമ്പ് ഒരു മൊബൈൽ എടുത്താണ്. അപ്പോൾ ഈ മൊബൈൽ എടുത്തിട്ട് ചാർജ് നിൽക്കണില്ല. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചു, അത് സർവീസ് സെൻ്ററിന് കൊണ്ട് സോഫ്റ്റ്വെയർ ചെയ്തു. ഇപ്പം അത് വീണ്ടും അതേപോലെ തന്നെയാണ്. കാരണം അന്നും വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ 1 മാസം പോയി യൂസ് ചെയ്തു. ഇന്നിപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നിയത് ബാറ്ററി മാറ്റണം എന്നുള്ളത്. അപ്പോൾ ഇവർ ബാറ്ററി ആരൊക്കെ ബാറ്ററി കറക്റ്റ്, ഈ ബാറ്ററി മാത്രം വിൽക്കുന്ന ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അവിടെ കടയുണ്ട്. അവരുമായിട്ട് വിളിച്ച് ചോദിച്ചപ്പം 1200 രൂപയുടെ ബാറ്ററി ഇട്ടു. ബാറ്ററിയൊക്കെ മാറ്റി. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ടീഷനായി. ഇപ്പം എങ്ങനെയായാലും ഒരു മണിക്കൂറെങ്കിലും നല്ലോണം ബാറ്ററി നിൽക്കും. കാരണം വെച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാലും നമുക്കൊരു 10-18% ഇറങ്ങിയിട്ടുണ്ടാവും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് നമുക്ക് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ് കൊണ്ടൊക്കെ ടക്കെന്ന് പറഞ്ഞ് ചാർജ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ ചോറിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ മോര് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മോര് നേരെ കീബോർഡിൽ ഇറക്കമുണ്ട്. ചോറിൻ്റെ അടിയിലോട്ട് കിണ്ണത്തിൽ ചോറ് നിറച്ച് വെച്ച് ഈ മോര് കിണ്ണത്തിൻ്റെ അടിയിലോട്ട് ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ബാറ്ററിയുടെ ചാർജ് ഇറങ്ങുന്നത്. ഇതൊന്നും ഇപ്പോഴത്തെ മൊബൈൽ എടുക്കാരുടെ സർവീസ് സെൻ്ററുകാരോടും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഞാൻ 1200 രൂപയുടെ ബാറ്ററി മാറ്റിയിട്ടു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് നേരെ വരെയായിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മൊബൈൽ കടക്കാരും സർവീസ് സെൻ്ററുകാരൊക്കെ ഒക്കുന്ന പോലൊക്കെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് നിൽക്കുക. ഞാൻ ഇന്ന് പോയ മൊബൈലുകളുടെ കാര്യമല്ലേ പറയുന്നത്. അവർ ഡീസൻ്റാണ്. അവർ 1200 രൂപ ചേട്ടാ ഈ മൊബൈലിൻ്റെ ബാറ്ററിയുടെ വില. പിന്നെ 1600 രൂപയുണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു 1200 രൂപ പോലെ ഇട്ട്. അങ്ങനെ 1200 മൊബൈലിൻ്റെ ആ ബാറ്ററി ഞാൻ ഇട്ടു. അപ്പോൾ ഈ മൊബൈൽ കടക്കാരുടെ പരിപാടി ഇങ്ങനെ തന്നെയാണ്. ഇവർക്ക് ആളെ പറ്റിക്കണം, അവരുടെ ഭാഗം നോക്കണം. എനിക്ക് വേണമെങ്കിൽ അന്ന് ഈ എറണാകുളത്ത് ഈ മൊബൈൽ സ്റ്റോറിൻ്റെ പേരിൽ ആ മൊബൈൽ കടക്കാരുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനുണ്ട്. കാരണം ഇവർ ഈ മൊബൈൽ തന്ന് നല്ലോ നമ്മളെ പറ്റിച്ചതാണ്. ഇവരോട് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ല, ഇവർ മാറ്റി തരത്തുമില്ല. ഞാൻ അതിൻ്റെ പിന്നാലെ കേസും കൂട്ടുമായിട്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പുതിയ മൊബൈൽ തന്നെ കിട്ടും. കാരണം അന്ന് ഞാൻ കോട്ടയത്താണ്